യഥാർത്ഥത്തിൽ സാമൂഹികമായി അവസ്ഥകളെ പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും പ്രതികാരങ്ങളും ഉണ്ടാവുന്നു? അത് ആളുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ്, അതിൽ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം എന്താണ്, നീതി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം. ഞാൻ പറയുന്നത് ഇത്രമാത്രമാണ്. ഷാൻ വധക്കേസിൽ അടിയന്തരമായി വിചാരണ നടത്തി സമാനമായ രീതിയിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിൽ വീഴ്ച ഉണ്ടാവരുത്. ഈ താരതമ്യം സ്വാഭാവികമായി വരും. ഹാഷ്മി, ശരി, ആറിഫ് ബാബു, എല്ലാ കേസിലും വരും. ശരി, ആറിഫ് ബാബു, ആ ആവശ്യം ന്യായമല്ലേ? സമാനമായ രീതിയിൽ സമാനമായ അവസ്ഥയിൽ സമാനമായ പദവിയിലുള്ള മറ്റൊരാൾ കൊല്ലപ്പെട്ടതിലെ പ്രതികളും കുറ്റക്കാരാണെങ്കിൽ സമാനമായ തൂക്കുകയർ വേണം എന്ന ഈ ദിവസത്തെ ആവശ്യം ന്യായമല്ലേ ബാബു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതായത് ഷാൻ കൊലക്കേസിലെ പ്രതികൾ അവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ കുറ്റക്കാരാണെന്ന് കാണുമ്പോഴാണല്ലോ അവർ ശിക്ഷിക്കുന്ന പ്രശ്നം വരുന്നത്. ഇപ്പോൾ അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു. അവർ ഹൈക്കോടതിയിൽ വരെ പോയിട്ടാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അതായത് അതിന്റെ പ്രൊസീജിയറിലൂടെ പോയി അവർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി. അങ്ങനെയാണ് അവര് ജാമ്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ട് കീഴ്ക്കോടതിയിൽ ജാമ്യം കിട്ടിയെന്നുള്ളതാണ് എന്റെ അറിവ്. കീഴ്ക്കോടതിയിൽ ജാമ്യം കിട്ടാൻ തെറ്റാണെങ്കിൽ തിരുത്താം. ഹാഷ്മി അതൊന്ന് പോയി ആദ്യം അതൊന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കൂ. അന്വേഷിക്കാം. ഷാന്റെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ വരെ പോയിട്ടാണ് അവർ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ഞാൻ പറഞ്ഞത്, ഈ പ്രതികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് അവരുടെ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാകുന്നതാണ് പ്രതികളുടെയും താല്പര്യം, അല്ലേ? ഇതെന്താവും എന്ന ഒരു വേവലാതി കൊണ്ട് അവരും ജീവിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ട്രയൽ നടത്തി തങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അപ്പോൾ മാത്രമേ അപ്പെക്സ് കോടതിയിൽ, അപ്പീൽ കോടതിയിൽ പോകാനും മറ്റുമൊക്കെ അവർക്ക് പറ്റുള്ളൂ. അപ്പോ ആരായാലും ശരി, ഈ ട്രയൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാവാന്നുള്ളതാണ് ശരി. നീതിയുടെ വൈകിക്കൽ നീതിയുടെ നിഷേധമാണ് എന്ന പൊതു തത്വം തന്നെയാണ് എല്ലാ കാര്യത്തിലും. അധികാരത്തിലും അതേപോലെ തന്നെയാണ്. ഇവിടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും രണ്ട് കേസാണ്. ഹാഷ്മി പറഞ്ഞ പോലെ രണ്ടും രണ്ട് കേസാണ്. ഒരു കേസ് എങ്ങനെയാണ്? രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസ്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിൽ കടന്നു എന്ന് ഭാര്യയുടെയും മക്കളുടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും മുന്നിലിട്ട് അതിക്രൂരമായി കൂടം കൊണ്ട് മുഖം അടിച്ച് തകർത്ത് ആണ് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഷാന്റെ കൊലപാതകം നടക്കുന്നു. ഷാനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഷാന്റെ കൊലപാതകത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുവഴിയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. 10-40 വെട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. അതും ക്രൂരമായിട്ട കൊലപാതകം. പക്ഷെ രണ്ടിന്റെയും ഓപ്പറേഷൻ, രണ്ടും നടന്ന സ്ഥലം, ഇതൊക്കെ നിയമത്തിൽ പ്രത്യേകതയുണ്ട് ഹാഷ്മി. നമ്മുടെ ഒരാളുടെ വീട്ടിൽ കയറി തല്ലുന്നതും പെരുവഴിയിൽ വെച്ച് തല്ലുന്നതിനും രണ്ട് തരത്തിലാണ് നിയമം കാണുന്നത്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബാബു കാണുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റി രണ്ടിലും രണ്ടാണ്. ഇപ്പൊ ഞാൻ അഭിഭാഷകനല്ല, ആറിഫ് ബാബു അഭിഭാഷകനല്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിഭാഷകനല്ല, ആറിഫ് ബാബു അഭിഭാഷകനല്ല. അപ്പൊ നമ്മൾ അഭിഭാഷകരല്ലാത്ത നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളെയും ഏത് രീതിയിലാണ് ബാബു കാണുന്നത്? ഞാൻ അഭിഭാഷകനല്ല, ഹാഷ്മി അഭിഭാഷകനല്ല. പക്ഷേ കേസുകൾ നടക്കുന്ന രീതിയും പൊതുമണ്ഡലത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ മനുഷ്യൻ എന്നുള്ള ചോദ്യം, ഇത്തരം കേസുകളെ ഒരുപാട് ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് എന്റെ ചോദ്യം. ഹാഷ്മി നിയമത്തിന് വഴി നിൽക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അത് കോടതി വ്യവഹാരങ്ങൾ നടക്കട്ടെ, വക്കീൽമാർ വാദിക്കട്ടെ, അത് കോടതിയാണല്ലോ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് കൊലപാതകങ്ങൾ കാണുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം താങ്കൾ കാണുന്നത് എന്താണ് പറയുന്നത്? അല്ല, രണ്ട് കൊലപാതകം തന്നെയാണ്. ആത്യന്തികമായി കൊല തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും കൊലപാതകം തന്നെയാണ്. ഇപ്പൊ സർക്കാർ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അതും ഒരു കൊലയാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കോടതി ചെയ്യുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൊലയാണ്. നമുക്ക് അല്ലാതെ വരുമ്പോൾ അതിനൊരു ലെജിറ്റിമേറ്റ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഹാഷ്മി, ഇതിനൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്യാണ്. അപ്പൊ എന്താ പറയാ, ഗാന്ധിയെ കൊന്നതുപോലെ ആ ഭീകരവാദം. അപ്പൊ ഇതിനൊക്കെ ജനറലൈസ് ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം പൊതുമണ്ഡലത്തിൽ നമ്മൾ ഇന്ന് കാണുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ട്, ശ്രീ ആമീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ കേട്ടത്. തെറ്റാണെങ്കിൽ അത് തിരുത്തിക്കോളൂ. അദ്ദേഹം പറഞ്ഞു ഈ കേസില് ഈ കേസിൽ ബിൽക്കീസ് ബാനുവിന്റെ കേസ് എടുത്തിട്ട് അതിൽ നീതിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഗുജറാത്ത് സർക്കാർ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആ കേസിനെ കുറിച്ച് പഠിക്കാഞ്ഞിട്ടാണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ്. അതെ, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ്
ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് ഗുജറാത്ത് സർക്കാരാണ്. ഇതിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയുടെ കീഴിലാണ്. അതുകൊണ്ട് ഞങ്ങളല്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞ ഗുജറാത്ത് സർക്കാരാണ്. ആ ഗുജറാത്ത് സർക്കാരിനോട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയാണ്. അപ്പൊ ഇപ്പൊ വിധി വന്നപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പോഴത്തെ നമ്മൾ ആവശ്യത്തിൽ ഇരുന്നതാണ്. അതേ സുപ്രീം കോടതി പറഞ്ഞതാണ്, നിങ്ങൾ ഈ പറയുന്ന അതിക്രൂരമായ ബലാത്സംഗികളായ കൊലപാതകികളായ പ്രതികൾക്ക് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ ഒത്തുനിന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞാണ് കേട്ടോ. അറിയാവോ, താങ്കൾ ഒരു കോടതി വിധി കാണാതിരിക്കുകയും റീസെന്റ് ആയ കോടതി വിധി കാണാതിരിക്കുകയും ചെയ്യുന്നതിനെ കണ്ണടാന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ ന്യായം ഒരു ശരി, നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മൾ ഒരു തവണ ഇരുന്നതാണ്. അന്ന് നമ്മൾ അതേ കോടതി വിധി ചർച്ച ചെയ്തതാണ്. ആ കോടതി വിധിക്കകത്ത് നല്ല നക്ഷത്രം എഴുതി വെച്ചിരിക്കുന്നു, ഒരു സംസ്ഥാന സർക്കാർ ഈ ബലാത്സംഗികളുടെ ടൂൺ അനുസരിച്ച് തുള്ളി എന്ന് എഴുതി വെച്ച് നമ്മൾ വായിച്ചതാണ്. ശ്രീ ബാബു, അത് ഞാൻ അതാ പറഞ്ഞത്. ആ കോടതി വിധി വായിക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ കൊടുത്തില്ല എന്നാണ്, അല്ലേ ഹാഷ്മി? നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ കൊടുത്തില്ല? ഇതൊക്കെ ആ സുപ്രീം കോടതി വിധിയിലുള്ളതല്ലേ. അപ്പൊ അതൊക്കെ അങ്ങേയറ്റം അപഹാസ്യമാണ്. ഗുജറാത്ത് സർക്കാരിനെ വിമർശിച്ചിട്ടാണ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീർന്നില്ല. കേസ് കൊണ്ടുവന്നത് ഞാനല്ല. സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനെ കുടഞ്ഞിട്ടാണ് കേട്ടോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പ്രതികൾ ഏറ്റവും ഒടുവിൽ ആ പ്രതികൾക്ക് ജയിലിൽ കയറാൻ വയ്യ, വീണ്ടും കോടതിയിലേക്ക് പോയി. കോടതി എടുത്ത് നാലേ മടക്കി കൊട്ടയിലിട്ടു ആവശ്യം. വിഷയം വേറെ ആണെങ്കിലും വിധി വളച്ചൊടിക്കരുത്. അല്ലല്ല, അതൊക്കെ ഓക്കെ. നാലോ എട്ടോ ആയിട്ട് മടക്കി കൊട്ടയിലിട്ടെ. പക്ഷെ ആ കോടതി വിധിയെ പബ്ലിക് ഡൊമൈനിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് പബ്ലിക് ഡൊമൈനിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. അദ്ദേഹം അത് എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. ഇവിടെ ഹാഷ്മി ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ആരാണ് രണ്ട് ഭാഗത്തെയും കുറ്റവാളികൾ, ആരാണ് ഇതിന്റെ ഓപ്പറേഷൻ നടത്തിയത്. ഈ ചെയ്യുന്ന ആളുകൾ അവരുടെ ഉദ്ദേശം ഇപ്പൊ ഇവിടെ ഹാഷ്മി ഇൻട്രോയിൽ പറഞ്ഞു. ഈ ചെയ്ത ആളുകൾക്ക് ഒരു കുറ്റബോധം ഇല്ലാതെ അവർ ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട്, ഇൻട്രോയിലല്ല മറ്റേ ശ്രീനിവാസന്റെ സഹോദരനോട് ചോദിക്കുകയുണ്ടായി, ചിരിച്ചു ഉല്ലസിച്ചാണ് പോയത്. അവർ ചിരിക്കാൻ കാരണമുണ്ട്. ഈ ഇഹലോകത്തിനേക്കാൾ വലിയ സുഖം ഞങ്ങൾക്ക് പരലോകത്തിൽ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഇഹലോകത്തിൽ ഒരു തൂക്കുകയറുണ്ടായാൽ പരലോകത്തിൽ അതിനേക്കാൾ വലിയ മടങ്ങ് സുഖം അവരെ പ്രാപിക്കാൻ കാത്തിരിക്കുന്നു. ഇതാണ് അവരുടെ ചിന്താഗതി ഹാഷ്മി. ഇതാണ് ഓരോ കൊലപാതകത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ആ ഐഡിയോളജി ഇവിടെ എന്ത് ശിക്ഷ വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ആളുകൾ ബാബു നേരത്തെ ഈ ഷാൻ വധക്കേസിലെ പ്രതികൾ 13 പേരിൽ ഒരാൾ ഒഴികെ എല്ലാവർക്കും ആലപ്പുഴ സെഷൻസ് കോടതിയാണ് കേട്ടോ ജാമ്യം നൽകിയത്. ഗൂഢാലോചനയുടെ ഭാഗമായി ഒരാൾക്ക് മാത്രം ഹൈക്കോടതി പോകേണ്ടത്. അതുകൊണ്ട് ഗൂഗിളിൽ തപ്പി കിട്ടുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായ വിവരങ്ങളല്ല. അറിവ് ബാബു, ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയതാണ്. ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയതാണ് ഇവർക്ക്. ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതാണ് എല്ലാവർക്കും. ഹൈക്കോടതി വരെ പോയി ജാമ്യം കിട്ടിയതല്ല സർ. ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം കിട്ടി, ജാമ്യം പുറത്തിറങ്ങിയല്ലേ. അപ്പീൽ പോകുന്നതിന് രണ്ടാം ഘട്ടമല്ലേ സാർ? അപ്പീൽ പോകുന്നതിന് അടുത്ത ഘട്ടമല്ലേ? ഹൈക്കോടതി വരെ ചോദ്യം ചെയ്തു. അപ്പീൽ പോകുന്നതിന് അടുത്ത ഘട്ടമല്ലേ? ജാമ്യം കൊടുത്ത ആലപ്പുഴ സെഷൻസ് കോടതിയാണ്. അതുകൊണ്ട് ഗൂഗിളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി നോക്കണം. ഇടവേള.